ജീവിതത്തിൽ ഒരുപാട് ആളുകളോട് കടപ്പാടുകളുണ്ട്. നമ്മളെ കടന്നെന്ന് സഹായിച്ച ആളുകളുണ്ട്. അള്ളാഹുവേ, അവർക്കൊക്കെ നീ അനുഗ്രഹം ചെയ്യണേ റബ്ബേ. അള്ളാഹു അവർക്കൊക്കെ നീ വലിയ നിഅ്മത്ത് കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ, പ്രയാസഘട്ടങ്ങളിൽ ഞങ്ങൾ ഓരോരുത്തരെയും കൈപിടിച്ചവർ, അള്ളാഹുവെ, നാളെ സിറാത്തിൽ നീ അവരെ കൈപിടിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, നാളെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അവർക്കും കൂടെ ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകണേ തമ്പുരാൻ. നമ്മൾ ദുആ ചെയ്യണം മുഅ്മിനീങ്ങളെ. അത് വലിയൊരു നിഅ്മത്താണ്. ആളുകൾ കടം വാങ്ങിച്ച് ആ കടം തിരിച്ചു കൊടുക്കാതെ വന്നതിന്റെ പേരിൽ എത്രയോ മുതലാളിമാർക്ക് കടം കൊടുക്കാൻ മടി വന്നിട്ടുണ്ട്. എന്തേ? കടം കൊടുത്താൽ തിരിച്ചു കിട്ടൂല. അത് തിരിച്ചു തരാൻ വേണ്ടിയല്ല ആളുകൾ വാങ്ങിക്കുന്നത്. വാങ്ങിക്കുന്ന ആളുകൾക്കോ അത് തിരിച്ചു കൊടുക്കണമെന്ന ചിന്തയുമില്ല. പിന്നെ ടെൻഷൻ അടിക്കുന്നത് ആരാ? കൊടുത്ത ആള്. വാങ്ങിച്ച ആളാണ് ടെൻഷൻ അടിക്കേണ്ടത്. പക്ഷെ കൊടുത്ത ആൾക്ക് എപ്പോൾ ടെൻഷൻ? ചോദിച്ചാൽ പ്രശ്നമായി. നിന്റെ പൈസ നീ തിരിച്ചു തന്നില്ലല്ലോ, അത് എപ്പോഴാ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വഴക്കായിട്ട് മാറാണ്. ഒരു മനുഷ്യൻ ചെയ്ത ഉപകാരത്തിന് ഇങ്ങനെയാണോ നമ്മൾ തിരിച്ചു മറുപടി പറയേണ്ടത്? അങ്ങനെയാണോ നമ്മൾ പ്രതികരിക്കേണ്ടത്? അതുകൊണ്ട് അത് ധിക്കാരമാണ്. ഒരു ഫഖീറായ മനുഷ്യൻ ധിക്കരിക്കുന്ന അള്ളാഹുവിന് വെറുപ്പാണ്. അള്ളാഹു നാളെ ഖിയാമത്ത് നാളിൽ മുഖത്ത് പോലും നോക്കില്ല എന്ന് പറഞ്ഞത് അൽ ആയിലുൽ മുസ്തക്ബിർ. 5 പൈസ കയ്യിലില്ല, പക്ഷെ അഹങ്കാരം ഒരുപാടാണ്. അത്തരം ആളുകൾ അതിങ്ങനെയാണ്. കടം വാങ്ങിച്ചിട്ട് ആ കടം തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ട് ആ കടം തന്ന ആള് തിരിച്ചു ചോദിക്കുമ്പോൾ മാന്യമായി സൗമ്യമായി ഒരൽപ്പം കൂടെ സമയം ചോദിക്കുകയോ ക്ഷമാപണം പറയുകയോ ചെയ്യേണ്ടതിന് പകരം അവർക്ക് നേരെ മെക്കിട്ട് കയറുകയോ അവരെ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ അവരോട് പിണങ്ങുകയോ ചെയ്യുന്നത് നന്ദികേടാണ്. മിനിമം അത് നന്ദികേടാണ്. നന്ദികേട് അല്ലാഹുവിന് ഇഷ്ടമല്ല. മല്ലം യശ്കുരിന്നാസ ഫലം യശ്കുരില്ല. ജനങ്ങളോട് നന്ദി പറയാത്തവൻ അല്ലാഹുവിനോട് നന്ദി പറയുന്നില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം